السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. മഹാനായ പ്രവാചകൻ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട ചരിത്ര യാഥാർത്ഥ്യങ്ങളിലൂടെയാണ് നമ്മൾ ഇതുവരെയുമായി വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ കഹ്ഫിലൂടെ അള്ളാഹു വിവരിച്ചു തന്ന ഖദർ അലൈഹിസ്സലാമുമായി അദ്ദേഹത്തിനോടൊന്നിച്ചുള്ള യാത്രയും ആ യാത്രാവേളയിലുണ്ടായ സംഭവ വികാസങ്ങളും അതിന്റെ പൊരുളുകൾ എന്താണെന്ന് അദ്ദേഹം വിവരിച്ചു കൊടുത്തതും എല്ലാം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അല്ലാഹു തആല പേരെടുത്തു പറഞ്ഞിട്ടില്ല, ഖദർ എന്ന് പരിശുദ്ധ ഖുർആനിൽ പേരെടുത്തു പറഞ്ഞിട്ടില്ലെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനങ്ങളിൽ നിന്നാണ് ഫവജദ അബ്ദൻ മിൻ ഇബാദിനാ, നമ്മുടെ ദാസന്മാരിൽപ്പെട്ട ഒരു ദാസൻ എന്ന് അള്ളാഹു പരിചയപ്പെടുത്തിയ വ്യക്തിത്വം ഖദർ അലൈഹിസ്സലാമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ നാമം ഒരു പച്ച നിറം എന്ന അർത്ഥം ദ്യോതിപ്പിക്കുന്ന സൂചിപ്പിക്കുന്ന പദമാണ്. അവിടെയും വിശദീകരണം വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഖദർ എന്ന പേര് വരാൻ കാരണം? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നമാ സുമ്മിയൽ ഖദർ ലിഅന്നഹു ജലസ അലാ ഫർവ ഫഇദാ ഹിയ തഹ്തസ്സു മിൻ തഹ്തിഹി ഖദറാ. അതായത് അദ്ദേഹത്തിന് ആ നാമം ലഭിക്കപ്പെടാനുണ്ടായ നിമിത്തം ഉണങ്ങിയ ഒരു പുല്ലിനരികിൽ പുല്ലിന്മേൽ അദ്ദേഹം ഇരുന്ന സന്ദർഭത്തിൽ അത്ഭുതകരമായ നിലക്ക് അത് അടിഭാഗത്ത് നിന്ന് നല്ല പച്ചവർണ്ണമായിക്കൊണ്ട് അത് മുളച്ചു പൊങ്ങുവാനും അത് വികസിക്കുവാനും തുടങ്ങി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിവരിച്ചു തരികയാണ്. അങ്ങനെ ഒരു അത്ഭുതം അദ്ദേഹത്തിലൂടെ അള്ളാഹു പ്രകടമാക്കിയിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ആ ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്ന നിലക്ക് ഖദർ എന്ന് മഹാനവറുകൾക്ക് പേര് നൽകപ്പെട്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. ഇമാം ബുഖാരി അത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. കഴിഞ്ഞ നമ്മുടെ വിവരണത്തിൽ നമ്മൾ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു. ഈ ഖദർ അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് പണ്ഡിത ലോകത്ത് വ്യത്യസ്തങ്ങളായ വീക്ഷണമുള്ള ആളുകളുണ്ട് എന്ന്. അദ്ദേഹം ഒരു പ്രവാചകനാണോ അതോ ഒരു സ്വാലിഹായ അള്ളാഹുവിലേക്ക് അടുപ്പം ലഭിച്ചിട്ടുള്ള ഒരു വലിയായിരുന്നുവോ എന്ന് പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ടെന്നും നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ അദ്ദേഹം നബിയുമാണ്, മുർസലുമാണ്, ദൂതനാണ്, പ്രവാചകനാണ് എന്ന വീക്ഷണക്കാരാണ് എന്നും അതിന് ബോൽബലകമായിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിൽ ഈ സംഭവം വിവരിച്ചിടത്തുള്ള പല കാര്യങ്ങളെയും പണ്ഡിതന്മാർ തെളിവായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വമാ ഫഅൽതുഹു അൻ അംരി, ഇതൊന്നും ഞാൻ എന്റെ ഇഷ്ടപ്രകാരം എന്റെ വകയായി ചെയ്തതല്ല എന്ന് അത്ഭുതകരമായ 2-3 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിടത്ത് മഹാനവറുകൾ പറഞ്ഞതിനെ പറ്റി മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇത് തന്നെ അദ്ദേഹം ഒരു പ്രവാചകനാണെന്നുള്ളതിന്റെ തെളിവാണ്. ഞാൻ എന്റെ ഇഷ്ടപ്രകാരം ചെയ്തതല്ല, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ചെയ്തതാണ് എന്ന് പറഞ്ഞിടത്ത്. അതുപോലെ തന്നെ മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബിയോട് പറഞ്ഞല്ലോ, താങ്കളെക്കാൾ അറിവുള്ള ഒരാൾ വേറെയുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ ആ അറിവുള്ള വ്യക്തിത്വം എവിടെയാണെന്ന് അന്വേഷിച്ചുകൊണ്ടായിരുന്നു മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പുറപ്പാടും യാത്രയും പിന്നീടുണ്ടായ സംഭവങ്ങളുമൊക്കെ.
അതുകൊണ്ട് തന്നെ മഹാനായ ഒരു പ്രവാചകൻ തന്നേക്കാൾ അറിവുള്ള മറ്റൊരാളുടെ അടുത്ത് പോകുന്നു എന്ന് വരുമ്പോൾ അതെന്തായിരുന്നാലും ഒരു പ്രവാചകനായിരിക്കാനേ സാധ്യതയുള്ളൂ. കാരണം ഒരു പ്രവാചകനേക്കാൾ ഉന്നതമായ നിലവാരം പുലർത്തുന്ന ഒരു വലിയുണ്ടായിക്കൂടല്ലോ. അതുകൊണ്ട് തന്നെ ഇസ്ലാമികമായ മറ്റുള്ള അധ്യാപനങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി തന്നെ പരിശോധിച്ചു നോക്കിയാൽ ഖദർ അലൈഹിസ്സലാം ഒരു നബിയായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്നാൽ ഇതിൽ വീക്ഷണ വ്യത്യാസങ്ങൾ ലോകത്ത് നിലവിലുണ്ടെങ്കിലും ഈ അഭിപ്രായമാണ് തെളിവുകളോടും പ്രമാണങ്ങളോടും കൂടുതൽ യോജിക്കുന്നത്. ഇനി സഹോദരന്മാരെ, നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടുന്ന ചില പ്രത്യേകമായ കാര്യങ്ങളുണ്ട്. അതായത് ചില ആളുകൾ ഈ ഖിദർ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വലിയാക്കിയേ അടങ്ങൂ എന്ന വാശിയുള്ള ആളുകളുണ്ട്. വലിയാണ് എന്ന് തന്നെ അഭിപ്രായം പറയുന്ന ആളുകളുണ്ട്. അവർക്കതിന്റെ പിന്നിൽ ചില ദുരുദ്ദേശങ്ങളും ഉണ്ട്. ദുരുദ്ദേശങ്ങൾ ഇല്ലാതെ പറഞ്ഞ ആളുകളുണ്ട് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. എന്നാൽ ദുരുദ്ദേശങ്ങളോടെ ഇദ്ദേഹം ഒരു വലിയ മാത്രമാണ്, ഒരു നബി ആയിരുന്നില്ല എന്ന് വാശിയോടെ വാദിക്കുന്ന ചില കക്ഷികളുണ്ട്. അവർക്കതിന്റെ പിന്നിൽ ചില ഗൂഢമായ ലക്ഷ്യങ്ങളുമുണ്ട്. അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ലോകത്ത് പിഴച്ച കക്ഷികൾ ഇസ്ലാം മനസ്സിലാക്കിയ തത്വങ്ങൾക്ക് വിപരീതമായി പലതും ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ള, വ്യതിചലിച്ചു പോയിട്ടുള്ള, വ്യതിയാനങ്ങൾ സംഭവിച്ചു പോയിട്ടുള്ള കക്ഷികൾ അവരിന്നും വാദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ലോകത്ത് അമ്പിയാക്കളെക്കാൾ ഉയർന്ന പദവി ഔലിയാക്കൾക്കുണ്ട് എന്ന്. അങ്ങനെ വാദിക്കുന്ന ചില കക്ഷികളുണ്ട്. അവര് പറയുന്നു ഔലിയാക്കന്മാര് സമുദ്രത്തിലേക്ക് പ്രവേശിച്ചപ്പോഴും, അഥവാ വൈജ്ഞാനിക നഭോമണ്ഡലത്തിന്റെ വിജ്ഞാന സാഗരത്തിലേക്ക് ഇത്തരത്തിലുള്ള മഹാന്മാര് ഊളിയിട്ടപ്പോഴും അമ്പിയാക്കന്മാര് ആ സമുദ്രത്തിന്റെ വക്കിൽ വരെ മാത്രമേ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ, വൈജ്ഞാനികമായ രംഗത്ത് ലദുന്നിയായ ഇൽമുള്ള, അഥവാ അല്ലാഹുവിങ്കൽ നിന്ന് നേരിട്ട് ഹോട്ട്ലൈനായി കൊണ്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രത്യേക അറിവുകൾ ഇവർക്കൊക്കെ ലഭിക്കുന്നുണ്ടെന്നും അത് നബിമാർക്ക് കിട്ടിയിട്ടില്ലെന്നും ആ വിജ്ഞാന സാഗരത്തിലേക്ക് ഇത്തരത്തിലുള്ള മഹാന്മാരൊക്കെ ഊളിയിട്ട് ആ വിജ്ഞാനം നുകർന്നവരാണെന്നും അപ്പോഴും അമ്പിയാക്കന്മാർക്ക് അതിന് സാധിക്കാതെ അവർ അതിന്റെ തീരത്ത് മാത്രം വന്ന് നിൽക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ള അതിപിഴച്ച വാദം പറയുന്ന ചില കക്ഷികളെ ലോകത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. അത് ഇസ്ലാമികമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഖിദർ അലൈഹിസ്സലാം നബിയാണെന്ന് സമ്മതിച്ചാൽ പറ്റില്ല. കാരണം അവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. ഏതുപോലെ ഖാദിയാനികൾ വളരെ കൃത്യമായി ലോകത്തോട് പറയുന്നു ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ചിട്ടുണ്ട് എന്ന്. മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത് മഹാനവറുകൾ മരണപ്പെട്ടിട്ടില്ല എന്നാണ്. ഞാൻ അതിന്റെ ഒരു ഉദാഹരണം പറയാനായി ഇത് സൂചിപ്പിക്കുന്നത്. കാരണം ഖാദിയാനികൾക്ക് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പിന്നെ മരിപ്പിച്ചാലേ പറ്റൂ. കാരണം എന്താ, അദ്ദേഹത്തെ മരിപ്പിച്ചിട്ട് വേണം പിന്നെ മിർസാ ഗുലാം അഹ്മദ് ഖാദിയാനിക്ക് നബിയായിട്ട് വരണം എന്നുണ്ടെങ്കിൽ. അപ്പൊ അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു ലക്ഷ്യമുള്ളത് കൊണ്ട് അവരങ്ങനെ വിശ്വസിക്കുന്നു. ഇതേപോലെ ചില കക്ഷികൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. അമ്പിയാക്കളെക്കാൾ ഉയർന്ന ചില പദവികൾ ഔലിയാക്കൾക്കുണ്ട്. അമ്പിയാക്കൾക്ക് പോലും ഗ്രഹിക്കാൻ സാധ്യമാകാത്ത ചില ലദുന്നിയായ ഇൽമു പ്രത്യേകം അല്ലാഹു കൊടുത്തിട്ടുള്ള ചില ഔലിയാക്കളുണ്ട്. അവർക്ക് നബിമാരുടെ ശരീഅത്തിനേക്കാളും അപ്പുറം ചില രഹസ്യങ്ങളും ഉൾസാരങ്ങളും ഒക്കെ ഗ്രഹിക്കാൻ സാധിക്കുന്നവരാണ് എന്ന് വാദിക്കുന്ന പിഴച്ച നമ്മുടെ നാടുകളിലൊക്കെയുള്ള ചില തരീഖത്തിന്റെ കക്ഷികൾ ഇത്തരത്തിൽ വാദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് തീർത്തും ഇസ്ലാമിന് വിരുദ്ധമായ വാദങ്ങളാണ്. ഒരിക്കലും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം അനുസരിച്ച് ഒരു നബിയുടെയും മേലെ ഗ്രേഡുള്ള ഒരു വലിയും ഉണ്ടാകാൻ പാടില്ല, ഉണ്ടാവുകയുമില്ല. മഹാന്മാരായ അമ്പിയാക്കളാണ് അത്യുന്നതന്മാർ, അവരാണ് അത്യുന്നതമായ പദവിയിലുള്ള ആളുകൾ എന്ന് വളരെ കൃത്യമായി മുസ്ലിം ലോകം വിശ്വസിച്ചു വരികയാണ്. ഇനി സഹോദരന്മാരെ, അതുപോലെ തന്നെ പണ്ഡിതന്മാർ ഇത് പറയുന്നത് കൊണ്ടാണ് ഈ കാര്യത്തെ സംബന്ധിച്ച് മുമ്പേ സമൂഹത്തിൽ ഇങ്ങനെ ചർച്ച ചെയ്യുന്ന പിഴച്ച കക്ഷികൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ വളരെ കൃത്യമായി പഠിപ്പിച്ചു ഖിദർ അലൈഹിസ്സലാം നബിയായിരുന്നു എന്ന് മാത്രമല്ല ബൽ നബിയുൽ മുർസലുൻ,
എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇത് ലൗലം യകുൻ കദാലിക ലലസിമ തഫ്ദീലുൽ ആലി അലൽ അഅ്ലാ വഹദാ ബാത്തിലുൻ മിനൽ ഖൗൽ. ഫത്ഹുൽ ബാരിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനവറുകൾ പറയാണ്, അദ്ദേഹം നബിയാണ്, നബി തന്നെയാണ്. അങ്ങനെയല്ലെങ്കിൽ ഏറ്റവും അത്യുന്നതമായ ആളേക്കാൾ മീതെ പിന്നെ വേറൊരാളുണ്ട്, നബി അല്ലാത്ത വേറൊരാളുണ്ട് എന്ന് പറയേണ്ടി വരും. അത് വ്യർത്ഥമായ വാദമാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തി തീർന്നില്ല. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം നബിയാണെന്ന് വിശ്വസിക്കൽ അനിവാര്യമാണ്. കാരണം എന്താണ്? ഇല്ലെങ്കിൽ പിഴച്ച കക്ഷികൾ അതിന്മേൽ പിടിച്ചു തൂങ്ങും. എന്തിന്? ഫീ ദഅവാഹും, അവരുടെ വാദം സ്ഥാപിക്കുവാൻ. എന്താണ് അവരുടെ പിഴച്ച വാദം? അന്നൽ വലിയ അഫ്ദലു മിനൻ നബിയ്യി ഹാശാ വകല്ലാ. അദ്ദേഹം പറയാണ്, നബിമാരെക്കാൾ ശ്രേഷ്ഠരാണ് ഔലിയാക്കൾ എന്ന ചില പിഴച്ച വാദമുള്ള കക്ഷികൾ അവരുടെ വാദം സ്ഥാപിക്കാനാണ് ഇതൊക്കെ നിഷേധിച്ചു കൊണ്ടുവരുന്നത്. ഹാശാ വകല്ലാ, അതൊരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് സഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ ഗ്രന്ഥമായ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, ഖിദ്ർ അലൈഹിസ്സലാം ഒരു പ്രവാചകൻ തന്നെയായിരുന്നു. മാത്രമല്ല, ഈ സംഭവങ്ങൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് ചില പിഴച്ച കക്ഷികൾ, നമ്മുടെയൊക്കെ നാടുകളിൽ തരീഖത്തിൻ്റെതായ ആളുകൾ വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾ സമൂഹത്തിന്റെ മുമ്പാകെ പിഴച്ച വാദങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ട്. അതായത് ഔലിയാക്കന്മാർക്ക് ചില പ്രത്യേകമായ പദവികളുണ്ട്. ആ പദവിയിലേക്ക് എത്തിക്കഴിഞ്ഞ മഹാരഥന്മാരായ ആളുകൾ അവര് ശരീഅത്തിന് വിരുദ്ധമായി ചെയ്യുന്നത് കണ്ടാൽ പോലും നമ്മൾ എതിർക്കാൻ പാടില്ല, നമ്മൾ അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. കണ്ടില്ലേ, മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന ശരീഅത്ത് പഠിച്ച പ്രവാചകന് ആ ശരീഅത്ത് അല്ലാത്ത ചില പ്രത്യേക അറിവുകൾ നൽകപ്പെട്ട വലിയായ ഖദർ അലൈഹിസ്സലാമിന്റെ അടുക്കൽ എത്തിയപ്പോൾ തന്നെ ഖദർ നബി എന്താ പറഞ്ഞത്? എന്താ സൂചിപ്പിച്ചത്? എന്നോടൊന്നും ചോദിക്കരുത്, ഞാൻ പറയുന്നതിനൊന്നും എതിര് പറയരുത് എന്നല്ലേ? അതൊക്കെ തെളിവ് പിടിച്ചിട്ട് പറയാണ്, അങ്ങനെയാണ് ഒരു ശൈഖിനെ കണ്ടെത്തി കഴിഞ്ഞാൽ ആ ശൈഖിനെ നമ്മൾ ശരിക്കാണ്ട് വിശ്വസിക്കണം. പിന്നെ അയാളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നമ്മൾ എന്ത് ചെയ്യരുത്? ചുഴിഞ്ഞന്വേഷിക്കാനും ചോദ്യം ചെയ്യാനൊന്നും പോകരുത്. ശരീഅത്തിനെതിരെ കണ്ടാ പോലും ചോദ്യം ചെയ്യരുത്. ഏതുപോലെ ആയിരിക്കണമെന്നാണ് അവർ സമൂഹത്തോട് പഠിപ്പിക്കുന്നത്? ജനാസ കുളിപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ മുന്നിൽ മയ്യത്ത് എപ്രകാരം കടന്നു കൊടുക്കുന്നുവോ അപ്രകാരമായിരിക്കണം നീ ശൈഖിന്റെ മുമ്പിൽ കടന്നു കൊടുക്കേണ്ടത്. അതല്ലെങ്കിൽ ശൈഖിന്റെ ശിഷ്യനായി വളരേണ്ടത്. എത്ര പിഴച്ച വാദമാണ് സഹോദരങ്ങളെ, എത്ര പിഴച്ച വാദമാണ്! സൂറത്തുൽ കഹ്ഫിലെ ഈ സംഭവങ്ങളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഒരുപാട് പിഴച്ച വാദങ്ങൾ ലോകത്ത് ഈ പിഴച്ച കക്ഷികൾ കൊണ്ടുവന്നിട്ടുള്ളത്. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അവര് പറയുന്നത് ശരീഅത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവൂല, അവര് ചെയ്യുന്നതിന്റെ പൊരുൾ അതൊന്നും ആവൂല. ഏതുപോലെ മൂസാ നബിക്ക് മനസ്സിലായില്ലല്ലോ ഖിദ്ർ അലൈഹിസ്സലാം ചെയ്തതിന്റെ പല രഹസ്യങ്ങളും. അതുകൊണ്ട് ചോദിക്കരുതേ എന്ന് പറഞ്ഞല്ലേ. അങ്ങനെ ചോദിക്കാതെ അനുസരിക്കാനുള്ള ഒരു സന്നദ്ധത ഒരു ശൈഖിന്റെ മുമ്പിൽ മുരീദ് ഏതുപോലെ ആയിരിക്കണം? മയ്യത്ത് കുളിപ്പിക്കുന്ന ആളുടെ മുമ്പിലുള്ള മയ്യത്ത് പോലെ തിരിച്ചും മറിച്ചും കിടത്തിയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുത്തിയിട്ടും തിരിച്ചും മറിച്ചും ഒക്കെ കുളിപ്പിച്ചാലും മയ്യത്ത് എന്തോ പ്രതികരിക്കോ? ഒന്നും പ്രതികരിക്കൂലല്ലോ. ഇതേപോലെ ആയിരിക്കണമെന്നാണ് ശൈഖിന്റെ മുമ്പിൽ മുരീദുമാർ. ഒന്നും ചോദ്യം ചെയ്യാൻ പാടില്ല. എന്ത് ശരീഅത്തിനെതിരെ കണ്ടാലും ചോദ്യം ചെയ്യാൻ പാടില്ല. ഇനി അവര് നിസ്കരിക്കുന്നില്ല, നമുക്ക് തോന്നും അവര് ഹറമിൽ നിസ്കരിക്കുന്നുണ്ടാവും, നമുക്ക് തോന്നുകയാണ് അവര് നിസ്കരിക്കുന്നില്ല എന്ന്. അവര് റമദാൻ ചിലപ്പോ ചായ കുടിക്കുന്നുണ്ടാവും, അത് നമുക്ക് തോന്നാണ് അവര് കുടിക്കുന്നൊന്നുമില്ല. അവർ ചിലപ്പോ മദ്യം കഴിക്കുന്നുണ്ടാകും. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവര് ബോട്ടിൽ നിന്ന് പൊട്ടിച്ച് നാവിലേക്ക് ഒഴിക്കുമ്പോഴേക്ക് യകൂനു അസലം മുസഫ, അതൊക്കെ വളരെ കൃത്യമായ ശുദ്ധമായ തേനാക്കി മാറ്റാൻ അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീറാണ്. അല്ലാഹുവിന് എല്ലാത്തിനും കഴിവുണ്ട്. ഇങ്ങനെ നിസ്കരിക്കാത്ത, നോമ്പെടുക്കാത്ത, പകൽ സമയത്ത് പോലും റമദാനിന് ചായ കുടിക്കുന്ന, തന്നെ കാണാൻ വരുന്ന ശിഷ്യന്മാർക്ക് ചായ കുടിപ്പിക്കുന്ന അത്തരത്തിലുള്ള ആളുകളുടെ പ്രവർത്തനങ്ങളെയും വാദങ്ങളെയും ന്യായീകരിക്കാൻ വരെ ഈ സംഭവം പലരും തെളിവായിട്ട് ഉദ്ധരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിൽ ഒരു പ്രധാനപ്പെട്ട കോഴിക്കോട് ജില്ലയിലെ മടവൂർ ഭാഗത്തുള്ള അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെടുന്നത്, അദ്ദേഹത്തെ കാണാൻ വരുന്ന ശിഷ്യന്മാർക്ക് റമദാനിൽ അദ്ദേഹം ചായ കുടിപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹം കുടിക്കും, വരുന്നവർക്ക് കുടിപ്പിക്കുകയും ചെയ്യും. അപ്പൊ ഒരു മസലയുണ്ടായി ഇപ്പൊ അടുത്ത്. എന്ത്? ആ നോമ്പ് അങ്ങനെ അദ്ദേഹം കൊടുത്ത ചായ കുടിച്ചിട്ട് നോമ്പ് തുറന്ന ആളുകളുടെ നോമ്പ് പോയോ? അവർക്കറിയും നോമ്പ് നോറ്റ് വീട്ടണോ, അത് ഖളാ വീട്ടണോ? യാതൊരു മനസാക്ഷി കുത്തുമില്ല
ചെയ്യാതെ ഒരു വ്യക്തി പരസ്യമായി പ്രസംഗിച്ചത് നിങ്ങളൊക്കെ കേട്ടിരിക്കും. അതിന്റെ ക്ലിപ്പ് അതിപ്പോ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്താണ് ആ വ്യക്തി പറഞ്ഞത്? അതുകൊണ്ട് മുറിയില്ല, അതുകൊണ്ട് നോമ്പ് മുറിയില്ല, നോമ്പ് തുടരാം. എന്താ കാരണം? അത് അള്ളാഹുവും ഔലിയാക്കളും എന്നൊക്കെ പറഞ്ഞ ഒരേ ഗ്രേഡിലാണ്. അള്ള ചെയ്താൽ അത് ഔലിയാക്കൾ, അള്ളാഹുടെ നിർദ്ദേശപ്രകാരം അവരൊക്കെ ചെയ്യുക. അതുകൊണ്ട് അള്ള ഒരാൾക്ക് ഭക്ഷണം കൊടുത്താൽ വെള്ളം കൊടുത്താൽ നോമ്പ് മുറിയോ? ഇല്ല. എന്താ ഉദാഹരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ, ആരെങ്കിലും നോമ്പുകാരനായിരിക്കെ മറന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്താൽ ഫൽയുതിമ്മ സൗമഹു, അവന്റെ നോമ്പ് അവൻ പൂർത്തിയാക്കട്ടെ. കാരണം എന്താണ്? ഫഇന്നമാ അത്അമഹുല്ലാഹു വസഖാഹു, അല്ലാഹുവാണ് അവനെ ഭക്ഷിപ്പിച്ചത്, അല്ലാഹുവാണ് അവനെ കുടിപ്പിച്ചത്. അപ്പൊ ഇവിടെ അള്ള ഭക്ഷിപ്പിച്ചു അള്ള കുടിപ്പിച്ചു എന്ന് പറയുമ്പോ പിന്നെ അയാളോട് നോമ്പ് മുറിക്കണ്ട, തുടർന്നോളാനല്ലേ പറഞ്ഞു. ഇതേപോലെയാണ് ഈ വ്യക്തി ഇങ്ങനെ കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ള കൊടുത്തിക്കാണ്, അതുകൊണ്ട് പ്രശ്നമല്ല. അതുകൊണ്ട് അങ്ങനെ കുടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എന്തല്ല, നോമ്പൊന്നും മുറിയൂല, തുടർന്നോട്ടെ എന്നാണ് പറഞ്ഞത്. മഅദല്ലാഹ്, അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എന്തെന്ത് പിഴച്ച വാദങ്ങളുമായി കൊണ്ടാണ് ലോകത്ത് ഇസ്ലാമിന്റെ പേരിൽ പലരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിരന്തരം അള്ളാഹിനോട് ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നത്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അള്ളാഹുവേ നിന്റെ അമ്പിയാക്കൾ കാണിച്ചിരുന്ന മുസ്തഖീമായ റൂട്ടിൽ നീ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണം, അതിൽ നിന്ന് തെറ്റിക്കല്ല റബ്ബേന്ന് 17 തവണ നമ്മൾ കൂട്ടമായി അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഉറക്കാമീൻ പറഞ്ഞുകൊണ്ട് റബ്ബിനോട് തേടിക്കൊണ്ടിരിക്കുന്നത് വെറുതെയല്ല. അതുകൊണ്ട് ഇത്തരത്തിൽ പല പിഴച്ച വാദങ്ങളും ഇന്ന് സമൂഹത്തിലുണ്ട്. ശരീഅത്തിന് വിരുദ്ധമായിട്ട് അവർ ചെയ്യുന്നത് കണ്ടാൽ തന്നെ നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാണ്. നിസ്കരിക്കുന്നില്ലേ, ചോദ്യം ചെയ്യരുത്, അവര് ഹറമിലുണ്ടാകും. അങ്ങനെ അവരെ സംബന്ധിച്ച് അങ്ങനെ ഒന്നും എന്ത് കണ്ടാലും അവരെ സംബന്ധിച്ച് ചോദിക്കാനേ പാടില്ല. അദ്ദേഹം ചെയ്യുന്നതൊക്കെ വളരെ 100% ശരിയാണെന്ന് നമ്മൾ അംഗീകരിച്ചു കൊടുത്തേക്കണം. അങ്ങനെ അനുസരണയുള്ള ഒരാളായിട്ടായിരിക്കണം ഒരു ശിഷ്യൻ ഒരു ശൈഖിന്റെ കൂടെ കഴിയേണ്ടത് എന്നുള്ളതിന് ഏത് സംഭവം തെളിവായിട്ട് ഉദ്ധരിക്കുന്നുണ്ട്? മൂസാ ഖിദ്ർ അലൈഹിസ്സലാം അവരുടെ സംഭവം തെളിവായിട്ട് ഉദ്ധരിക്കുന്നുണ്ട്. അത് അസ്ഥാനത്ത് ചില പിഴച്ച കക്ഷികൾ പ്രയോഗിക്കുന്ന ദുഷിച്ച വാദങ്ങൾ മാത്രമാണെന്ന് സാന്ദർഭികമായി ഞാൻ എന്റെ സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. തീർന്നില്ല സുഹൃത്തുക്കളെ, മഹാനായ ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് വേറെയും ഒരുപാട് വിശ്വാസങ്ങളും വാദങ്ങളും ഒക്കെ ഇന്ന് സമൂഹത്തിലുണ്ട്. അദ്ദേഹം ചിരഞ്ജീവിയാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മോനാണെന്നും അന്ന് മുതൽ ഇന്ന് വരെ മഹാനവറുകളുണ്ട്, ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും, അദ്ദേഹം ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണെന്നാണ്. ഖിദ്ർ നബി അലൈഹിസ്സലാം ഇപ്പോഴും ഉണ്ട് എന്നാണ്. ഇപ്പോഴും ഉണ്ട്, എല്ലാ സദസ്സുകളിലും വരും, സിക്ർ സദസ്സിൽ വരുന്നുണ്ട്, സ്വലാത്ത് മജ്ലിസിൽ വരുന്നുണ്ട്, ഇവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പലരുമായി സംസാരിക്കുന്നുണ്ട്. ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനിയുടെ കാലഘട്ടത്തിൽ പത്തിരിയും പാലുമായി കൊണ്ട് മഹാനവറുകളെ സന്ദർശിക്കാൻ വേണ്ടി ഖിദ്ർ നബി വന്നൂന്നും അവരൊരുമിച്ചിരുന്ന് പത്തിരിയും പാലും ഒക്കെ കഴിച്ചു, കുടിച്ചു, സംസാരിച്ചു, അങ്ങനെ ശിഷ്യനായി മാറി എന്നൊക്കെയുള്ള പല സംഭവങ്ങളും ഒക്കെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ സുഹൃത്തുക്കളെ, പണ്ഡിതന്മാർ ഇവിഷയകമായി ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള എല്ലാ ഹദീസുകളെ കുറിച്ചും പറഞ്ഞിട്ടുള്ളത് ഒക്കെ ബാത്തിലായ ഹദീസുകളാണ്. അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന് യാതൊരു സ്വഹീഹായ ഹദീസുകളുടെയും പിൻബലമില്ല. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വളരെ കൃത്യമായി ഈ വിഷയകമായിട്ട് വന്നിട്ടുള്ള റിപ്പോർട്ടുകളെയെല്ലാം സമാഹരിച്ചു പറഞ്ഞതിന്റെ ശേഷം അദ്ദേഹം പറയുകയാണ്, ഇതൊക്കെയും ദഈഫത്തുൻ ജിദ്ദാ, അങ്ങേറ്റം ദുർബലമായ റിപ്പോർട്ടുകളാണ്. അതൊന്നും മതത്തിൽ ഒരു പ്രമാണമായി ഉദ്ധരിക്കാൻ പറ്റിയ ബലംപ്പെട്ട ഒന്നേ അല്ല എന്ന് അദ്ദേഹത്തിന്റെ ചരിത്ര ഗ്രന്ഥമായ അൽ ബിദായത്തു വന്നിഹായയിലും അദ്ദേഹത്തിന്റെ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമായ തഫ്സീറിലും വളരെ കൃത്യമായി തന്നെ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് വിഷയകമായി ഒരു ഗ്രന്ഥം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും, മസ്സഹറുൻ നദർ എന്ന പേരിൽ. അതിലൊക്കെയും ഈ വിഷയം വളരെ കൃത്യമായി തന്നെ മഹാനവറുകളും തെളിവുകളുടെ വെളിച്ചത്തിൽ ധാരാളം സ്ഥലങ്ങളിലൂടെ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അത്തരത്തിലുള്ള വാദങ്ങളും ശരിയല്ല. നമ്മുടെ നാട്ടിൽ ഇന്നും വിശ്വസിക്കുന്നത് എന്താണ്? ഖിദ്ർ നബി എല്ലായിടത്തും വരുന്നുണ്ട് എന്നാ. നാട്ടുകാരോട് പലരോടൊക്കെ അടയാളങ്ങൾ വരെ പറഞ്ഞിട്ടുണ്ട്, പല കോലത്തിൽ വരും. എന്നിട്ട് പണ്ടൊക്കെ ആളുകൾ ഷൈക്കൻഡ് കൊടുക്കുമ്പോ ഇവിടെ എല്ലില്ലാത്ത ആളാണ് ഖിദ്ർ നബി എന്ന് പിടിച്ചു നോക്കിയിരുന്നത് ഖിദ്ർ നബി ആണോ എന്നറിയാൻ.
ഇന്നുമുണ്ട് എന്നാണ്. ഇന്നുമുണ്ട് എന്ന് മാത്രല്ല, നമ്മുടെ നാട്ടിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകം മങ്കൂസ് മൗലിദിനെ കുറിച്ച്, മങ്കൂസ് മൗലിദ് ചോദ്യവും മറുപടിയും എന്ന പുസ്തകത്തിന്റെ പേജ് 35 വന്ന ഒരു സംഭവം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുകയാണ്. മഹാനായ ഖിദ്ർ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹനഫി മദ്ഹബുകാരനായിരുന്നു. മദ്ഹബുകാരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം, ഞങ്ങളാളായിരുന്നു, നിങ്ങളാളായിരുന്നു, ഒരു കൂട്ടരും അല്ല ഞങ്ങളെ മദ്ഹബായിരുന്നു, അല്ല ഞങ്ങളെ മദ്ഹബായിരുന്നു. അങ്ങനെ ഹനഫികൾ പറഞ്ഞതെന്താണ്? ഖിദ്ർ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇമാം അബൂ ഹനീഫ തങ്ങൾ ഫിഖ്ഹ് മസ്അല പഠിപ്പിക്കുന്ന സദസ്സിൽ എല്ലാ ദിവസവും സുബഹിക്ക് ശേഷം ചെന്ന് ഇൽമു ശരിയ പഠിക്കുന്നവരായിരുന്നു. കേട്ടില്ലേ? അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മജ്ലിസിൽ പോയിട്ട് എല്ലാ സുബഹിക്കു ശേഷവും ശരീഅത്ത് ഫിഖ്ഹി മസ്അല പഠിക്കുന്ന സദസ്സിൽ പോയിട്ട് ഖിദ്ർ നബി ആരുടെ സദസ്സിൽ? അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാഹ് അവിടുത്തെ സദസ്സിൽ പോയിട്ട് എല്ലാ സുബഹിക്കും പോയിട്ട് ക്ലാസ് കേൾക്കാറുണ്ടായിരുന്നു, ഫിഖ്ഹ് പഠിക്കാറുണ്ടായിരുന്നു. അതിനിടയിൽ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി മരണപ്പെട്ടു. അങ്ങനെ ഇരിക്കെയാണ് അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി മരണപ്പെട്ടു. തുടർന്ന് ഖിദ്ർ അലൈഹിസ്സലാം ഇമാം അബൂ ഹനീഫയുടെ ആത്മാവിനെ ഖബറിലുള്ള ജഡത്തിലേക്ക് മടക്കുവാനും തന്റെ ശരീഅത്ത് പഠനം പൂർത്തിയാക്കാനുമുള്ള സൗകര്യം നൽകാനും വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്തു. ഖിദ്ർ നബി അലൈഹിസ്സലാം ദുആ ചെയ്തുനാണ്, അല്ലാഹ് എന്റെ പഠനം പൂർത്തിയായിട്ടില്ല, ഞാൻ ശരീഅത്ത് കോഴ്സ് പൂർത്തിയാക്കിയിട്ടില്ല, അതുകൊണ്ട് അതിന്റെ മുമ്പേ ശൈഖ് മരിച്ചു പോയിട്ടുണ്ട്, അതുകൊണ്ട് ഖബറിലേക്ക് അദ്ദേഹത്തിന്റെ ആത്മാവിനെ മടക്കി കൊടുക്കണം, എനിക്ക് ഈ ശരീഅ കോഴ്സ് പൂർത്തിയാക്കണം എന്ന് അല്ലാഹുവിനോട് ഖിദ്ർ അലൈഹിസ്സലാം ദുആ ചെയ്തു. അത് ഫലമായി പതിവ് പ്രകാരം എല്ലാ ദിവസവും സുബഹിക്ക് ശേഷം ഖിദ്ർ അലൈഹിസ്സലാം ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖബറിന്റെ അരികെ വരികയും ഖബറിൽ നിന്ന് ശരീഅത്ത് നിയമങ്ങളെ കേട്ട് പഠിക്കുകയും ചെയ്തിരുന്നു. നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുള്ള മലയാളത്തിലുള്ള പുസ്തകത്തിലുള്ളതാണ്. ഇതിൽ നിന്ന് മനസ്സിലായല്ലോ 15 കൊല്ലം ശരീഅത്ത് പഠിച്ചു എന്നാണ് ഖബറിങ്കൽ വന്നിട്ട്. ഖബറാളികളോട് സഹായം തേടാനും ഖബറിങ്കിൽ നിന്ന് അവരോട് ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി സിയാറത്ത് ചെയ്യാനുമൊക്കെ അത്തരത്തിലുള്ള വാദങ്ങൾക്ക് തെളിവുണ്ടാക്കുന്ന ആളുകൾ ഉണ്ടാക്കിയ ഒരു നിർമ്മിത കഥ മാത്രമാണിത്. പ്രമാണങ്ങളുമായി സത്യത്തോട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ഇങ്ങനെയൊക്കെയുള്ള വികല വിശ്വാസങ്ങൾ ഈ ഒരു മഹാനായ വ്യക്തിത്വത്തെ സംബന്ധിച്ച് ഇന്ന് സമൂഹത്തിന്റെ ഇടയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് സുഹൃത്തുക്കളെ ഞാൻ ആ സംഭവം നിങ്ങളെ കേൾപ്പിച്ചു തന്നത്. മാത്രമല്ല, പല ത്വരീഖത്തുകാരുടെയും ദിക്റുകൾ ആര് പഠിപ്പിച്ചു കൊടുത്തതാണെന്നാണ് അവർ പറയുന്നത്? ഈ സാധാരണഗതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റൊന്നുമല്ല ഇവര് ചെല്ല. ഇവർക്ക് ചില സ്പെഷ്യൽ ദിക്റുകൾ ഉണ്ടാകും. അല്ലാഹ് അല്ലാഹ് അല്ലാഹ്, അതല്ലെങ്കിൽ ഹു ഹു, അല്ലെങ്കിൽ പല രൂപത്തിലുള്ള ചില ശബ്ദങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ അവർ പറയുന്നത് ഇതൊക്കെ ഖിദ്ർ നബി നേരിട്ട് ഞങ്ങൾക്ക് പഠിപ്പിച്ചു എന്നതാണെന്നാണ്. ഒക്കെ ഖിദ്ർ നബി പഠിപ്പിച്ചു എന്നതാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്നതല്ല. ഈ രൂപത്തിലൊക്കെയുള്ള അത്തരത്തിലുള്ള കുറെ ദിക്റുകൾ അവർക്ക് കൃത്യമായിട്ട് ഇദ്ദേഹം ഒന്ന് പഠിപ്പിച്ചു കൊടുത്തത് എന്ന പേരിലും അവർ കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ഖിദ്ർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പ്രമാണങ്ങളിൽ പറഞ്ഞതൊന്നു വേറെ, സമൂഹം വിശ്വസിക്കുന്നതൊന്നു വേറെ. അതിൽ പ്രമാണബദ്ധമായ നമ്മൾ വിശ്വസിക്കുക, അല്ലാത്തതിനെ അസത്യം എന്ന നിലക്ക് വലിച്ചെറിയുക, തള്ളിക്കളയുക, ഇതാണ് നമ്മുടെ ബാധ്യത എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി സഹോദരന്മാരെ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിനിടക്കാണല്ലോ ഖിദ്ർ അലൈഹിസ്സലാമിന്റെ സംഭവം കടന്നു വന്നത്. അത് അവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് മഹാനായ പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലേക്ക് തന്നെ മടങ്ങാം. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ തന്റെ ജനത പോലും ഒരുപാട് പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. എപ്പോഴും മാനസികമായി അദ്ദേഹത്തെ പീഡിപ്പിക്കുകയായിരുന്നു. അത് അവരുടെ ഒരു ഹോബിയായിരുന്നു എന്നാണ്. അദ്ദേഹത്തിന്റെ പ്രവാചകത്വത്തെ നിഷേധിച്ചിട്ടുള്ള ശത്രുക്കൾ അദ്ദേഹത്തെ ഒരുപാട് പീഡിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ സ്വന്തം ജനതയിൽ നിന്ന് പോലും മഹാനവറുകൾക്ക് മാനസികമായി ഒരുപാട് പീഡനങ്ങളും പ്രയാസങ്ങളും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. കുത്തുവാക്കുകൾ, ദുരാരോപണങ്ങൾ, പല രൂപത്തിലുള്ള കാര്യങ്ങൾ മഹാനവറുകളെ പറ്റി പറഞ്ഞു പരത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ മുഅ്മിനീങ്ങളോട് ഒരു കാര്യം പറയുകയാണ്. സൂറത്തുൽ അഹ്സാബ് 69-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തകൂനൂ കല്ലദീന ആദൗ മൂസാ ഫബറഅഹു അല്ലാഹു മിമ്മാ ഖാലൂ വകാന ഇൻദല്ലാഹി വജീഹാ. ഓ വിശ്വാസികളെ, അല്ലാഹു മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് പറയാണ്, ലാ തകൂനൂ, നിങ്ങളായി തീരരുത്.
നിങ്ങളായി മാറരുത്. കല്ലദീന ആദൗ മൂസ, മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പീഡിപ്പിച്ച ഒരു ജനതയെ പോലെ നിങ്ങളാവരുത്. മൂസാ അലൈഹിസ്സലാമിനെ ദ്രോഹിച്ചവരെ പോലെ നിങ്ങളാവരുത്. ഫബറഅഹു അല്ലാഹ് മിമ്മാ ഖാലൂ, അവർ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു പരത്തിയ ദുരാരോപണങ്ങളിൽ നിന്നെല്ലാം അല്ലാഹു അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിച്ചിട്ടുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിച്ചിട്ടുണ്ട്. എന്തൊക്കെ മഹാനായ മൂസ നബിയെ കുറിച്ച് ആരൊക്കെ പറഞ്ഞോ അതൊക്കെ അല്ലാഹു അത് നിഷ്പ്രഭമാക്കി കളഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് മഹാനവറുകൾ ഒഴിവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വകാന ഇൻദല്ലാഹി വജീഹാ, അദ്ദേഹം അല്ലാഹുവിന്റെ അടുക്കൽ പ്രമുഖനായിരുന്നു, അത്യുന്നതമായ ഒരു പദവിയും സ്ഥാനവുമുള്ള മഹാനായിരുന്നു എന്ന മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് അല്ലാഹു തആല വിശദീകരിച്ചു തരുന്നുണ്ട്. നിരവധി ശല്യങ്ങൾ സ്വന്തം ജനതയിൽ നിന്ന് മഹാനവറുകൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഏതൊക്കെയാന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. ചിലതൊക്കെ അല്ലാഹു പറഞ്ഞല്ലോ, നമ്മളോട് മുമ്പ് നമ്മൾ വിശദീകരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. യുദ്ധത്തിന് ആഹ്വാനം ചെയ്തപ്പോൾ കളിയാക്കുന്ന രൂപത്തിലല്ലേ പറഞ്ഞത്? ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹാഹുനാ ഖാഇദൂൻ, നീയും നിന്റെ റബ്ബും കൂടി പോയിട്ട് യുദ്ധം ചെയ്തോ, എന്നിട്ട് വിജയിച്ചു വാ, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം എന്ന് നേതാവിനോട് പറഞ്ഞ ഒരു ജനതയുണ്ടെങ്കിൽ അത് ഇവര് മാത്രമാണ്. അതുപോലെ തന്നെ വഖാലൂ ലൻ നുഅ്മിന ലക ഹത്താ നറല്ലാഹ ജഹ്റ, അല്ലാഹനെ നേരിട്ട് പരസ്യമായി കൺമുമ്പിലുണ്ട് വ്യക്തമായി കാണുന്നത് വരെ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കൂല എന്ന് പറഞ്ഞൊരു ജനതയാണ് ഇവര്. അതുപോലെ തന്നെ ലൻ നസ്ബിറ അലാ തുആമിൻ വാഹിദിൻ, ഇഷ്ടംപോലെ ആഹാരം കിട്ടിയപ്പോഴും അതല്ലാത്ത വേറെ ചില ആഹാരങ്ങൾ വേണം, ഇതുകൊണ്ട് ഇങ്ങനെ സഹിച്ച് കഴിഞ്ഞുകൂടാനൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റില്ല മൂസ എന്ന നന്ദികേടിന്റെ വാക്ക് മഹാനായ പ്രവാചകന്റെ മുഖത്ത് നോക്കി പറഞ്ഞതും ഇതേ ജനത തന്നെയായിരുന്നു. മാത്രമല്ല മഹാനായ പ്രവാചകനെ സംബന്ധിച്ച് അന്നാട്ടിൽ അവർ വേറെ ചില കാര്യങ്ങളും കൂടെ പറഞ്ഞു പരത്തുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്ത് ഓതിക്കൊണ്ട് നമുക്കത് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. സഹീഹുൽ ബുഖാരി അടക്കമുള്ള സ്വഹീഹായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്കത് വായിക്കുവാൻ സാധിക്കും. എന്താണ് അതിൽ വിഷയം? ഇസ്രായേൽ സന്തതികൾക്ക് ഒരു പതിവുണ്ടായിരുന്നു. അവര് നഗ്നരായിട്ടാണ് കുളിക്കുക, വസ്ത്രം ഉണ്ടാവില്ല. ഒരു കൂട്ടമായിട്ട് അവർ നഗ്നരായിട്ടാണ് കുളിക്കടവെന്ന് ഒന്നിച്ച് അവർ കുളിക്കും. അവർ ഔറത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ട് രസിച്ചിട്ട് അങ്ങനെ കുളിക്കും. അതായിരുന്നു അവരുടെ ഒരു രീതി. എന്നാൽ മഹാനായ മൂസ നബി അലൈഹിസ്സലാമിന്റെ പതിവെന്തായിരുന്നു? ഇന്ന മൂസ കാന റജുലൻ ഹയ്യൻ സിത്തീറാ, അദ്ദേഹത്തിന് വല്ലാത്ത ലജ്ജയുള്ളവര്, നാണമുള്ള വ്യക്തിത്വമായിരുന്നു ആ കാലഘട്ടത്തിൽ. അവരുടെ കൂട്ടത്തിൽ ഒരു വേറിട്ട സ്വഭാവം. അദ്ദേഹം വളരെ മറ സ്വീകരിക്കുന്ന വ്യക്തിയായിരുന്നു. തന്റെ ബോഡിയിൽ നിന്ന് ഒന്നും തന്നെ ഒരാളെയും കാണിക്കാറില്ലായിരുന്നു, ഇസ്തിഹ്യാ മിൻഹു, ലജ്ജ കാരണത്താൽ. പക്ഷെ ഇത് മുതലെടുത്തിട്ട് ബനൂ ഇസ്രായേൽ അതിന്റെ പേരിലും അദ്ദേഹത്തിന്റെ പേരിൽ ചില ആരോപണങ്ങൾ പറഞ്ഞു വരുത്തി. അതെന്താ? അവര് പറയാൻ തുടങ്ങി, അവരെന്താ പറഞ്ഞു പരത്തിയത്? കണ്ടോ, നമ്മളൊക്കെ ഇങ്ങനെ പരസ്യമായിട്ട് ഒന്നിച്ചിങ്ങനെ കുളിക്കുമ്പോ മൂസ മാത്രം കണ്ടോ കുളിക്കാതെ മറ സ്വീകരിച്ച് അങ്ങനെ മറന്റെ ഉള്ളിൽ പോയിട്ട് ഒറ്റക്ക് കുളിക്കുന്ന. അതിലൊരു രഹസ്യം എന്താ അറിയോ? മൂസയുടെ ബോഡി മുഴുവൻ എന്തോ മാരകമായ രോഗമുണ്ട്. അത് നമ്മൾ കാണാതിരിക്കാനാ. ഒന്നുകിൽ നല്ല വെള്ളപ്പാണ്ടുണ്ട്, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ലൈംഗികമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. നമ്മളെ ഈ തരിവീക്കം എന്ന് പറയുമല്ലോ, മണിവീക്കം എന്നൊക്കെ പറയുന്ന ആ രൂപത്തിലുള്ള എന്തോ കാര്യമായിട്ട് അദ്ദേഹത്തിനുണ്ട്. അതല്ലെങ്കിൽ വൈമ ആഫത്തുൻ, അതല്ലെങ്കിൽ വേറെന്തോ അദ്ദേഹത്തിന്റെ ബോഡിയിൽ ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ അദ്ദേഹം രഹസ്യാക്കി കൊണ്ടു നടക്കുന്നത് നബിയാന്നൊക്കെ പറയാ. പക്ഷെ എങ്ങനെ കുറെ മോശത്തരങ്ങളൊക്കെ ബോഡിയില് കാണാൻ കൊള്ളൂല. അതാണ് ഈ മറന്റെ ഉള്ളിൽ പോയിട്ട് ഇങ്ങനെ എപ്പോഴും സ്വകാര്യമായിട്ട് കുളിക്കുന്നത് എന്ന് പറഞ്ഞു മഹാനവറുകളെ സംബന്ധിച്ച് പറഞ്ഞപ്പോ അള്ളാഹു ആ ജനതക്ക് തെളിവും പ്രമാണമൊന്നും പറഞ്ഞൊരു കാര്യമില്ലല്ലോ. ആ ജനതക്ക് അള്ളാഹ് കാണിച്ചു കൊടുത്ത ദൃഷ്ടാന്തങ്ങളൊക്കെ നേരിട്ട് കാണിച്ചു കൊടുക്കലാണ്. ആ സമൂഹത്തെ അത്രേ വളർന്നിട്ടുള്ളൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്ത് അങ്ങനെയല്ല. നമുക്ക് കിട്ടിയ അള്ളാഹുവിന്റെ റസൂലിന് ലഭ്യമായ ഏറ്റവും വലിയ മുഅ്ജിസത്ത് നമുക്ക് കാണാൻ കഴിയുന്ന മുഅ്ജിസത്തല്ല, എന്നും നിലനിൽക്കുന്ന മുഅ്ജിസത്ത്, അൽ മുഅ്ജിസത്തുൽ കുബ്രാ. ഏറ്റവും വലിയ മുഅ്ജിസത്ത് അള്ളാഹുവിന്റെ റസൂലിന് കിട്ടിയാൽ ഏതാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അൽ ഖുർആനുൽ അദീം. ലോകത്തുള്ള സർവ്വശക്തികളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇന്നും ഖുർആൻ ഇങ്ങനെ ഉയർന്നുയർന്ന് നിൽക്കുകയാണ്.
ആർക്കും അത് ബൗദ്ധികമാണത്, അഥവാ ബുദ്ധിപരമാണ് വെല്ലുവിളി. ഒരാൾക്കും അതിനെ എതിർക്കാൻ സാധിച്ചിട്ടില്ല. മറിച്ച് ഈ പ്രവാചകന്റെ ഒക്കെ കാലഘട്ടത്തിൽ പറഞ്ഞാൽ അങ്ങനത്തെ എല്ലാം മുഅ്ജിസത്ത് കൊടുക്കുന്നത് ഒക്കെ നേരിട്ട് ഇങ്ങനെ കാണാൻ കഴിയുന്നത്. വെള്ളത്തിലടിക്കുന്നു, സമുദ്രം വളരുന്നു, വടി നിലത്തേക്ക് ഇടുന്നു, പാമ്പായി മാറുന്നു, കൈകക്ഷത്ത് വെച്ച് പുറത്തേക്ക് എടുക്കുന്നു, അത് തിളങ്ങുന്നതായി കാണുന്നു. അതുപോലെ തന്നെ വെട്ടുകിളി ഇറങ്ങുന്നു, പേൻ ശല്യം ഉണ്ടാകുന്നു, തവള ശല്യം ഉണ്ടാകുന്നു, ബ്ലഡ് നിറയുന്നു പാത്രങ്ങളിൽ, അതുപോലെ തന്നെ തൂഫാൻ ഉണ്ടാകുന്നു, അതുപോലെ പല രൂപത്തിലുള്ള കാര്യങ്ങളും ഒക്കെ നേർക്കുനേരം ഇങ്ങനെ കാണുന്നതാണ്. കാരണം ബൗദ്ധികമായ ബുദ്ധിപരമായ ആ സമൂഹത്തിന്റെ നിലവാരം അത്രേ ഉള്ളൂ. അതുകൊണ്ട് അവര് ഈ കാര്യത്തിൽ ഇങ്ങനെ പറഞ്ഞപ്പോ അവിടെ അല്ലാഹു തആല ഒരു അത്ഭുതകരമായ ഒരു കാര്യം മൂസാ നബി അലൈഹി ഇസ്ലാമിനെ പുറത്തേക്ക് ഇറക്കണല്ലോ. അല്ലാഹു തആല അതിനെ സ്വീകരിച്ചൊരു മാർഗ്ഗം എന്താണ്? വഇന്നല്ലാഹ അസ്സ വജല്ല അറാദ അൻ യുബരിയഹു മിമ്മാ ഖാലൂ ലിമൂസാ. മൂസാ അലൈഹിസ്സലാമിനെ കുറിച്ച് അവർ പറഞ്ഞു പരത്തുന്ന ഈ ദുരാരോപണത്തിന്റെ മുനയൊടിക്കുന്ന നിലക്ക് അള്ളാഹു അതിന്റെ നിരപരാധിത്വം കാണിച്ചു കൊടുക്കുകയാണ്. ഒരിക്കൽ മൂസാ നബി അലൈഹിസ്സലാം പതിവ് പോലെ തന്റെ കുളിമുറിയിൽ ഒറ്റക്കായി വസ്ത്രം ഒരു കല്ലിന്മേൽ ഊരിവെച്ച് അദ്ദേഹം കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം കുളിക്കുകയാണ്. തന്റെ വസ്ത്രം ഒരു കല്ലിന്മേൽ അഴിച്ചു വെച്ചിട്ടുണ്ട്. കുളി കഴിഞ്ഞിട്ട് വസ്ത്രം എടുക്കാൻ വേണ്ടി അദ്ദേഹം കല്ലിന്റെ അരികിലേക്ക് വന്നപ്പോൾ കല്ല് വസ്ത്രവുമായി ഓടുകയാണ്. ഇമാം ബുഖാരി അടക്കമുള്ള സഹിഹായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. വസ്ത്രവുമായിട്ട് കല്ല് ഓടുകയാണ്. മഹാനവറുകളുടെ വസ്ത്രവുമായി കൊണ്ട് കല്ല് ഓടുന്നു. ആ അവസരത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ വടിയെടുത്തുകൊണ്ട് കല്ലിന്റെ പിന്നാലെ ഓടി സൗബി ഹജർ, സൗബി ഹജർ, കല്ലേ എന്റെ തുണി, കല്ലേ എന്റെ വസ്ത്രം എന്നും പറഞ്ഞ് പിന്നാലെ ഓടി എത്രത്തോളം ആൾക്കൂട്ടത്തിന്റെ അരികിലേക്ക് എത്തുവോളം ആ ഓട്ടം തുടർന്നു. ജനങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ബോഡി കണ്ടു. ഒരു കുഴപ്പമില്ല, ഏറ്റവും അതീവ സുന്ദരനാണ് അദ്ദേഹം. അവര് പറഞ്ഞു പരത്തിയ എല്ലാ കാര്യങ്ങളും 100% നുണയാണെന്നവർക്ക് ബോധ്യമായി. കല്ലവിടെ നിന്നു. മൂസാ നബി അലൈഹിസ്സലാം വസ്ത്രം ധരിച്ചിങ്ങോട്ട് തിരിച്ചു പോന്നു. ഇത് വളരെ കൃത്യമായി തന്നെ സഹീഹുൽ ബുഖാരി അടക്കമുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് അള്ളാഹു നിശ്ചയിച്ചൊരു മാർഗമായിരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവം ഉദ്ധരിച്ചിട്ടാണ് ഈ ആയത്ത് ഓതുന്നത്. ഏത്? അഹ്സാബിലെ 69ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തകൂനൂ കല്ലദീന ആദൗ മൂസാ, നിങ്ങൾ മൂസയെ ദ്രോഹിച്ചവരെ പോലെ ആകരുത്. അല്ലാഹു അവര് പറഞ്ഞ അപവാദങ്ങളിൽ നിന്നെല്ലാം അദ്ദേഹത്തെ വിമുക്തനാക്കുകയുണ്ടായി. വകാന ഇൻദല്ലാഹി വജീഹാ, അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ അടുക്കൽ അത്യുന്നതമായ പദവിയും സ്ഥാനവുമുള്ള പ്രാമുഖ്യമുള്ള വ്യക്തിത്വമായിരുന്നു എന്ന ആയത്തും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സംഭവം പറഞ്ഞതിന്റെ തെളിവായി കൊണ്ട് അവിടുന്ന് പാരായണം ചെയ്യുകയുണ്ടായി. ഇത് ബുഖാരിയിലും കാണാം, അതുപോലെ തന്നെ മുസ്ലിമിലും കാണാം. അപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അദ്ദേഹത്തെ ജനങ്ങൾ ഇങ്ങനെ പലപ്പോഴും പ്രയാസപ്പെടുത്തുമ്പോ മൂസാ നബി അലൈഹിസ്സലാമിന്റെ സംഭവങ്ങൾ ഓർത്തുകൊണ്ട് സമാധാനം കണ്ടെത്താറുണ്ടായിരുന്നു എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഒരൊറ്റ സംഭവം ഞാൻ ഉദ്ധരിക്കട്ടെ. ബുഖാരിയിലും കാണാം, മുസ്ലിമിലും കാണാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സമ്പത്ത് സഹാബിമാർക്കിടയിൽ ഇങ്ങനെ വീതിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്വത്ത് വിഹിതം വെക്കുകയാണ്. സമരാർജിതമായ സമ്പത്ത് പൊതുവായിട്ട് ബൈത്തുൽ മാലിലേക്ക് ലഭിച്ചിട്ടുള്ള, പൊതു ഖജനാവിലേക്ക് ലഭിച്ചിട്ടുള്ള സമ്പത്ത് അല്ലാഹുവിന്റെ റസൂല് ആളുകൾക്കിടയിൽ വീതിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഫഖാല റജുലുൻ, ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഇന്ന ഹാദിഹി ലഖസ്മ മാ ഉരീദ ബിഹാ വജ്ഹല്ലാഹ്, അള്ളാന്റെ പൊരുത്തം ഉദ്ദേശിക്കാത്ത വീതം വെപ്പാണ് മുഹമ്മദ് നടത്തുന്നത്. നീതി പാലിക്കുന്നില്ല. മുഹമ്മദ് ഈ വീതം വെപ്പിൽ സ്വജനപക്ഷപാതിത്വം ചെയ്യുന്നുണ്ട്. നീതിപൂർവകമല്ല ഈ വീതം വെപ്പ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് പറഞ്ഞപ്പോ സഹാബി, അള്ളാന്റെ റസൂൽ അത് കേൾക്കുന്നില്ല. അപ്പൊ മറ്റൊരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ പോയിട്ട് ക്ലിയർ ആയിട്ട് കേട്ടതുപോലെ അങ്ങ് പറഞ്ഞു കൊടുത്തപ്പോ ഫഗളിബ ഹത്താ റഅയ്തുൽ ഗളബ ഫീ വജ്ഹിഹി, അല്ലാഹുവിന്റെ റസൂൽ ദേഷ്യം പിടിച്ചു. അവിടത്തേക്ക് കോപം വന്നു. അവിടുത്തെ മുഖം ചുവന്നു തൊടുത്തു. ആ മുഖത്ത് ആ ദേഷ്യം പ്രകടമായി. എന്നിട്ട് അവിടുന്ന് പറഞ്ഞ വർത്തമാനമാണ്, യർഹമുല്ലാഹു മൂസാ ഖദ് ഊദിയ ബിഅക്സറ മിൻ ഹാദാ ഫസബറ. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ. യർഹമുല്ലാഹു മൂസാ, മൂസാ അലൈഹി സ്വലാമിനെ അല്ലാഹു അനുഗ്രഹിച്ചിരിക്കുന്നു. ഖദ് ഊദിയ,
മഹാനവറുകൾ ദ്രോഹിക്കപ്പെട്ടല്ലോ. എനിക്ക് കിട്ടിയ പീഡനങ്ങളെക്കാളെല്ലാം പീഡനങ്ങൾക്ക് വിധേയനായ വ്യക്തിത്വമാണല്ലോ മൂസ. ഫസബറ, എന്നിട്ടും മഹാനവറുകൾ സഹിച്ചല്ലോ, എന്നിട്ടും മഹാനവറുകൾ ക്ഷമിച്ചല്ലോ. അപ്പൊ എന്റെതൊന്നും ഒന്നുമല്ല എന്നിങ്ങനെ തന്റെ സമൂഹം തനിക്കെതിരെ തിരിയുമ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു സംഭവത്തിൽ അത് പറഞ്ഞതായി ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന സംഭവത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മഹത്വം പറയുന്ന കൂട്ടത്തിൽ നമ്മൾ ഇന്ന് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന 5 നേരത്തെ നിസ്കാരം 5ആക്കി ചുരുക്കി കിട്ടുന്നതിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നിർദ്ദേശമുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം നമുക്കെല്ലാം അറിയാവുന്ന സംഭവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനുണ്ടായ ഇസ്രാ, അതുപോലെ തന്നെ മിഅ്റാജ്. വാനലോകത്തേക്ക് 7 ആകാശങ്ങളുടെയും അപ്പുറത്തേക്ക് യാത്ര പോയ അത്ഭുതകരമായ ആ യാത്ര, ആകാശയാത്ര. ആ യാത്രക്കിടയിൽ ഓരോ വാനലോകത്ത് വെച്ചും 1-ാം ആകാശം, 2-ാം ആകാശം എന്നിങ്ങനെ 6-ാമത്തെ ആകാശത്ത് വെച്ച് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണുകയുണ്ടായി. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ റബ്ബുമായിട്ടുള്ള കൂടിക്കാഴ്ചക്ക് ശേഷം 50 നേരത്തെ നിസ്കാരമായിരുന്നു ഈ ഉമ്മത്തിന് അള്ളാഹു ഫർളാക്കിയിട്ടുള്ളത്. ആ 50 നേരത്തെ നിസ്കാരവുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരികെ വരുമ്പോഴാണ് 6-ാമത്തെ വാനലോകത്ത് വെച്ച് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നു, എന്താണ് നിങ്ങൾക്ക് തഹിയ്യത്തായി കൊണ്ട് സമുദായത്തിന് വേണ്ടി ലഭിച്ചിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 50 നേരത്തെ നിസ്കാരമാണ് ഫിൽ യൗമി വൽ ലൈല. രാവും പകലായിട്ട് 50 വഖ്ത് നിസ്കരിക്കണം. ഉടനെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹിനോട് നിർദ്ദേശിക്കുകയാണ്, ഇർജിഅ ഇലാ റബ്ബിക് ഫസ്അൽഹു തഖ്ഫീഫ ലി ഉമ്മതിക. താങ്കളുടെ ഉമ്മത്തിന് വേണ്ടി ഇതൊന്ന് ലഘൂകരിച്ച് തരാൻ വേണ്ടി അള്ളാഹിനോടൊന്ന് പോയി ആവശ്യപ്പെട്ടേക്കൂ. റബ്ബിലേക്ക് മടങ്ങിപ്പോയിട്ട് ആവശ്യപ്പെടൂ. കാരണം എന്താ അറിയോ? ഫഇന്നി ഖദ് ആലജതു ബനീ ഇസ്രായീല ഖബ്ലക അശദ്ദൽ മുആലജ. ഞാൻ ഇതിന്റെ മുമ്പ് ഒരു സമൂഹത്തെ, ഇസ്രായേൽ മക്കളെ വല്ലാതെ പരിചയമുള്ള ആളാണ്. അവർക്ക് പോലും ഇതിന് കഴിഞ്ഞിട്ടില്ല, അവർക്കതിന് കഴിഞ്ഞിട്ടില്ല. അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരെക്കാൾ ദുർബലമായ ചിന്താഗതിയും ആ രൂപത്തിലൊക്കെ ചിന്തിക്കുന്ന ആളുകളായിരിക്കും സമൂഹത്തിൽ വരാൻ പോവുക. അതുകൊണ്ട് ഇത് താങ്ങൂല നിങ്ങളുടെ ഉമ്മത്തിന്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മൂസാ നബി അലൈഹിസ്സലാം ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിന്റെ അടുക്കൽ പോയി പല തവണ അപേക്ഷ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 50 നിസ്കാരത്തെ, 50 വഖ്ത് നിസ്കാരത്തെ 5 സ്വലവാത്തിൻ ഫിൽ യൗമി വൽ ലൈല, അത് 50 നേരത്തെ നിസ്കാരത്തെ ചുരുക്കിയിട്ട് ഏതാക്കി തന്നു? 5 നേരത്തെ നിസ്കാരമാക്കി തന്നു. അതാണ് എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഹിയ ഖംസുൻ വഹിയ ഖംസൂൻ. ഇത് നിസ്കാരം നേരം 5 നേരേ ഉള്ളുവെങ്കിലും 50ന്റെ പ്രതിഫലമാണ് ലഭ്യമാവുക, 50ന്റെ പ്രതിഫലമാണ് ലഭ്യമാവുക എന്ന് അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുകയും ചെയ്തു. ഇത് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അല്ലാഹുവിന്റെ പ്രത്യേകമായ ഒരു സഹായമാകുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെ ചിലരെടുത്ത് ദുർവ്യാഖ്യാനിക്കാറുണ്ട്. ഒരു ചുരുക്കി ചില കാര്യം ഞാൻ കൂട്ടത്തിൽ പറയാതിരിക്കാൻ വയ്യ. ചില ആളുകൾ പറയാറുണ്ട്, കണ്ടോ മരിച്ചുപോയവര് നമ്മളെ സഹായിക്കുന്നു, തെളിവ് കിട്ടിയില്ലേ? നമ്മൾ ഇന്ന് നിസ്കരിക്കുന്ന 5 നേരത്തെ നിസ്കാരം പോലും 50 ആയിരുന്നു ആദ്യം. 50ന്റെ ഭാരത്തിൽ നിന്ന് 5ലേക്ക് ലഘൂകരിച്ചു തന്നത് മരിച്ചുപോയ മൂസാ നബിയല്ലേ? അപ്പൊ മരിച്ചോര് നമ്മളെ സഹായിക്കൂലേ? അതുകൊണ്ട് അവരെ നമ്മൾ വിളിച്ച് തേടണ്ടേ? അവരെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവര് നമ്മളെ സഹായിക്കും. അതിനൊക്കെ തെളിവാണ് ഈ സംഭവം. ഇതൊക്കെ ദുർവ്യാഖ്യാനാണ് സുഹൃത്തുക്കളെ. ഇവിടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 50 നേരത്തെ നിസ്കാരവുമായിട്ട് ഇറങ്ങി വരുമ്പോ എങ്ങോ ഉള്ള മൂസാ നബി അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട്, മൂസാ നബിയെ എനിക്ക് 50 ആണല്ലോ തന്നിട്ടുള്ളത്, നിങ്ങളൊന്ന് ഇടപെട്ട് അതിലൊന്ന് ഒരു പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് അള്ളാന്റെ റസൂൽ ആവശ്യപ്പെട്ടിട്ടില്ല. മറിച്ച് തിരികെ വരുമ്പോ നേർക്ക് നേരെ കാണുകയാണ് മൂസാ നബി അലൈഹിസ്സലാമിനെ. നേർക്ക് നേരെ കാണുന്ന വ്യക്തികളാണ് അവിടെ സംസാരിക്കുന്നത്. അവരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംഭാഷണം നടത്തുന്നത്. അതിൽ മരണപ്പെട്ട ഒരാളോടുള്ള സഹായ തേട്ടമില്ല. മരണപ്പെട്ടു പോയ ഒരു വ്യക്തി ഇങ്ങോട്ട് ആ നിലക്കുള്ള ഒരു സംസാരമില്ല. മറിച്ച് അള്ളാഹു അവരെയൊക്കെ അത്ഭുതകരമായ നിലക്ക് കാണേണ്ടിടത്ത് കൃത്യമായി അള്ളാഹു അവിടെ ഏർപ്പാട് ചെയ്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇത് മരണപ്പെട്ടു പോയ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള തെളിവാണെന്ന് പറഞ്ഞാൽ
അത് തെളിവുകളുടെ പഞ്ഞം കൊണ്ട് ദുർബലമായ പുൽക്കൊടിയിൽ പിടിച്ച് മുങ്ങിച്ചാകാൻ പോകുന്നവന്റെ രക്ഷപ്പെടൽ തന്ത്രം മാത്രമായി മനസ്സിലാക്കിയാൽ മതി എന്നുകൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇനി സഹോദരന്മാരെ, മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമുക്ക് അവസാനിപ്പിക്കാറായിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മരണം, അദ്ദേഹത്തിന്റെ വഫാത്ത്, അതിനെ സംബന്ധിച്ച് ഒരു സന്ദർഭം മഹാനായ നബി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് സഹീഹുൽ ബുഖാരി അടക്കമുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. ഇസ്ലാം വിരോധികളും ഇസ്ലാമിന്റെ അകത്തുള്ള കക്ഷികളും ഹദീസുകളെ നിഷേധിക്കുവാൻ നിമിത്തമായി, ഇമാം ബുഖാരിയെ തള്ളുവാൻ നിമിത്തമായി പൊക്കി കാണിക്കാറുള്ള ഒരു സംഭവമാണത്. അതുകൊണ്ട് ഒരല്പനേരം നമുക്കതൊന്ന് മനസ്സിലാക്കാനുണ്ട്. എന്താണത് സംഭവം? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എത്ര കൊല്ലം ജീവിച്ചു എന്ന് ഖുർആൻ പറഞ്ഞു തന്നിട്ടില്ല. ഹദീസിലും അദ്ദേഹത്തിന്റെ പ്രായം നമുക്ക് കാണാൻ സാധ്യമല്ല. എന്നാൽ മഹാനവറുകളുടെ മരണത്തോടനുബന്ധിച്ചുണ്ടായ ഒരു അത്ഭുതകരമായ സംഭവമുണ്ട്. അതെന്താണ്? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ജാഅ മലക്കുൽ മൗത്തി ഇലാ മൂസാ അലൈഹിസ്സലാം. മലക്കുൽ മൗത്ത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ അരികിലേക്ക് കടന്നു വരികയാണ്. പക്ഷേ വന്നത് മലക്കുൽ മൗത്താൻ ആർക്കറിയില്ല? മൂസാ നബിക്ക് അറിയില്ല. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലെങ്കിലേ ജനങ്ങൾ പീഡിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും സ്വന്തം ജനങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ഒക്കെ എപ്പോഴും കയ്യേറ്റവും പീഡനമൊക്കെ ഉണ്ടാകുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. ഒരിക്കൽ വീട്ടിൽ വാതിലും ജെല്ലൊക്കെ അടച്ച് ഇങ്ങനെ ഇരിക്കുമ്പോ എങ്ങനെയാണ് ഒരാൾ ഉള്ളിലേക്ക് കയറിക്കൂടിയെന്ന് മനസ്സിലായിട്ടില്ല. ഒരാളുകൾ കടന്നു വന്നിട്ട് പറഞ്ഞു, അജിബ് റബ്ബക്, അള്ളാന്റെ അടുത്തേക്ക് പോകാൻ തയ്യാറായിക്കോ, എന്റെ റൂഹ് കൊണ്ടാ ഞാൻ പോകുള്ളൂ, ജീവനും കൊണ്ടേ ഞാൻ പോകുള്ളൂ, പോകാൻ റെഡി ആയിക്കോ എന്ന് വന്നിട്ട് ആരോട് പറയാണ്? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയാണ്. അനുവാദം കൂടാതെ അവനവന്റെ വീട്ടിലേക്ക് ഒരാൾ കയറി വന്നാൽ തന്നെ ഇസ്ലാമിലൊരു നിയമമുണ്ട്. അനുവാദം കൂടാതെ ഒരാളുടെ വീട്ടിലേക്ക് കയറി വന്ന് അക്രമം തിരിച്ചൊരു കൊട്ട്, ഒരടി അങ്ങ് കൊടുത്ത് അവന്റെ കണ്ണ് പൊട്ടിയാൽ വരെ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഖലീഫ അയാളുടെ പേരിൽ പ്രതികാര നടപടി എടുക്കാൻ പാടില്ല എന്നാണ് നിയമമാണ്. ഒരാളുടെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കുക, ഒരാളുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുക, പ്രതിരോധിക്കാൻ വേണ്ടി ഒരു ഇടി അങ്ങ് വെച്ചു കൊടുത്ത് കണ്ണാണ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതന്നെ അതിന്റെ ശിക്ഷ, അതിന് പ്രതികാര നടപടിയൊന്നുമില്ല എന്നാണ് നമ്മുടെ ശരീഅത്തിലും നിയമം. അങ്ങനെ തന്നെയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ സംഭവത്തിൽ എന്താ? അദ്ദേഹം ഒറ്റക്ക് വീട്ടിലിരിക്കുമ്പോൾ ഒരാൾ കയറി വന്നിട്ട് പറയണ്, ദേ മൂസാ മരിക്കാൻ തയ്യാറായിക്കോ, ജീവനും കൊണ്ടേ ഞാൻ പോകൂ എന്ന് പറഞ്ഞാൽ എന്താ അവിടെ സംഭവിക്കുക? എന്താണ് അവിടെ സംഭവിക്കുക? ആരാ വരുന്നത്? മലക്കുൽ മൗത്താ വരുന്നത്. പക്ഷേ മലക്കുൽ മൗത്ത് എങ്ങനെയാ വന്നത്? മനുഷ്യ രൂപത്തിൽ. എത്രയോ നബിമാരുടെ അടുക്കൽ അങ്ങനെ വന്നിട്ടില്ലേ? പ്രവാചകന്മാരുടെ അടുക്കൽ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ അതിഥികളുടെ വേഷത്തിൽ ആര് വന്നു? മലക്കുകൾ വന്നു. മലക്കുകളാന്ന് അറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ മൂരിക്കുട്ടനെ അറുത്ത് പാകം ചെയ്ത് ചുട്ട മാംസം കൊണ്ടുപോയി വെച്ചു കൊടുത്തിട്ട് അതിലേക്ക് കൈ നീട്ട തിന്നണില്ലേ എന്ന് ചോദിച്ചപ്പോ ആരും കൈ അതിലേക്ക് നീട്ടുന്നില്ല. അപ്പോഴാ മനസ്സിലായത് ഇവര് തിന്നുന്ന ആൾക്കാരല്ല. അവര് പറഞ്ഞു, ഞങ്ങൾ തിന്നാൻ വന്നവരല്ല. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വീട്ടിലേക്ക് വലിയ നല്ല സുന്ദരന്മാരായ ആൺകുട്ടികളുടെ വേഷത്തിലാണ് മലക്കുകളുടെ വരവ്. അദ്ദേഹം പേടിച്ചു പോയില്ലേ? കാരണം ആ നാട്ടുകാർ ആൺകുട്ടികളെ കിട്ടിയാൽ വെറുതെ വിടാത്ത സ്വവർഗ ഭോഗികളായ ദുഷിച്ച ജനതയാണ്. തന്റെ വീട്ടിലേക്ക് വന്ന മാന്യരായ ഈ ഗസ്റ്റുകളെ അവർ അവഹേളിക്കുമല്ലോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് മഹാനായ ലൂത്ത് അലൈഹിസ്സലാം റബ്ബിനോട് സങ്കടം പറഞ്ഞ വ്യക്തിത്വമാണ്. മനസ്സിലായില്ല വന്നത് ആരാണെന്ന്. ഇതുപോലെ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് റബ്ബ് ഒരു പരീക്ഷണാർത്ഥം അയച്ചിരിക്കുകയാണ്. കാരണം അപ്പ റൂഹ് പിടിക്കാൻ അള്ളാഹ്ക്ക് തീരുമാനമല്ല, ഒരു പരീക്ഷണാർത്ഥാണ്. പക്ഷെ വന്ന മലക്കിനറിയില്ല അപ്പ റൂഹ് പിടിക്കാൻ തീരുമാനമുണ്ടോ അള്ളാഹ്ക്ക് ഇല്ലേന്ന്. അള്ളാഹ് പറഞ്ഞയച്ചു, മലക്കുൽ മൗത്ത് വന്നു. വന്നതോ മനുഷ്യന്റെ കോലത്തിലാണ്. വന്ന് ഇരിക്കി കയറിയത് അങ്ങോട്ടാ, ഒരു മുന്നറിയിപ്പില്ലാതെ പേരിലേക്ക് ചാടി കയറിയിട്ട് പറയാണ്, മരിക്കാൻ തയ്യാറായിക്കോ, നിന്നെ കൊണ്ടുപോകാനാ ഞാൻ വന്ന്, നിന്നെയും കൊണ്ടേ ഞാൻ പോകും എന്നാ പറയുന്നത്. ഇത് പറഞ്ഞ ഉടനെ എന്ത് സംഭവിക്കാണ്? ഉടനെ ഫലതമ മൂസാ അലൈഹിസ്സലാം ഒരൊറ്റ അടി അങ്ങ് വെച്ചു. ഒരൊറ്റ അടി. അങ്ങനെ തന്നെയല്ലേ നമ്മളൊക്കെ ചെയ്യാ? മരിക്കാൻ തയ്യാറായിക്കോ, അന്നപ്പോ കൊല്ലുന്ന ഒരുത്തം വന്നാൽ കിട്ടുന്ന എടുത്തിട്ട് ഒന്നാണ് വെച്ചു കൊടുക്കും. അത് എല്ലാവരും ചെയ്യുന്നതാണ്. അത്രയും മൂസാ നബി അലൈഹിസ്സലാമും ചെയ്തുള്ളൂ. ഒരൊറ്റ അടി. വന്ന രൂപത്തിന്റെ കണ്ണങ്ങ് പൊട്ടി. മലക്കിന്റെ കണ്ണ് പൊട്ടിയിട്ടില്ല, കാരണം മലക്കിന്റെ കോലത്തിലല്ല വരുന്നത്, ഇതൊരു മനുഷ്യനാണ്. ആ വന്ന രൂപത്തിന്റെ കണ്ണ് പൊട്ടി, ആ വന്നയാളുടെ കണ്ണ് പൊട്ടി. അങ്ങനെ അള്ളാന്റെ അടുക്കലേക്ക് ഈ മലക്ക് മടങ്ങിപ്പോയിട്ട് പറഞ്ഞു, ഇന്നക അർസൽതനീ ഇലാ അബ്ദിൻ ലക ലാ യുരീദുൽ മൗത്ത്. മരിക്കാൻ ആഗ്രഹമില്ലാത്ത ഒരാളെടുത്തേക്കാ എന്നെ പറഞ്ഞയച്ചതല്ലേ. അത് മലക്കുൽ മൗത്തിനെ അങ്ങനെ മനസ്സിലാക്കിയതാണ്. കാരണം മൂസാ നബിക്ക് മരിക്കാൻ താല്പര്യമുണ്ടോ അല്ലേ എന്നുള്ളത് അത് ഒറിജിനൽ വേഷത്തിൽ ചെന്ന് മരിപ്പിക്കുമ്പോഴല്ലേ മനസ്സിലാവുള്ളൂ. അത് താല്പര്യം ഉണ്ടായിരുന്നു, ജീവിക്കാൻ അത്ര മോഹമുള്ള ആളൊന്നും അല്ല എന്ന് ശേഷം പറയുന്ന സംഭവത്തിന് മനസ്സിലാക്കുകയും ചെയ്യാം. ഹദീസിന്റെ അവസാന ഭാഗം വായിക്കുമ്പോൾ നമുക്കത് കൃത്യമായി മനസ്സിലാക്കാം.
അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ അക്രമം ചെയ്യുന്ന രൂപത്തിൽ കയറി ചെല്ലാണ്. കയറി ചെന്നിട്ട് അന്യം കൊണ്ടേ ഞാൻ പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ മൂസാ നബി അല്ലേ കൊടുക്കാതിരിക്കൂല. പണ്ടേ കൊടുത്ത് ശീലുണ്ട്. ഒരിക്കൽ കൊടുത്ത ഒരാൾ മരിച്ചതാണ്. ഇതൊരൊറ്റ ഇടി അങ്ങ് വെച്ചു കൊടുത്തു. ഇവിടെ ജീവനൊന്നും പോയിട്ടില്ല, കണ്ണങ്ങ് പൊട്ടി. കണ്ണ് പൊട്ടി അവിടെ അള്ളാന്റെ അടുക്കലേക്ക് പോയിട്ട് പറഞ്ഞ് ഇങ്ങനെ മരിക്കാൻ പോകില്ലാത്ത ഒരാളെടുത്തിട്ടാ എന്നെ പറഞ്ഞാച്ച എന്റെ കണ്ണടിച്ച് പൊട്ടിച്ചെന്ന്. അള്ളാഹു ആ കണ്ണങ്ങ് തിരികെ കൊടുത്തു. തിരിച്ചു ചെല്ലാൻ പറഞ്ഞു. ഇനി തിരിച്ചു ചെന്നിട്ട് ഇനി അനുവാദമൊക്കെ ചോദിച്ചിട്ട് കയറി ചെന്നിട്ട് നീ ചോദിക്കണം. എന്ത് ചോദിക്കണം? ജീവിക്കണോ അതോ മരിക്കണോ? എന്താ നിങ്ങളുടെ ആഗ്രഹം? അപ്പൊ മനസ്സിലാവും മൂസാ നബി അലൈഹിസ്സലാമിന് ഇത് വന്നത് മലക്കുൽ മൗത്താണ്. എന്താ കാരണം? അല്ലാഹു തആല പഠിപ്പിച്ചൊരു നിയമമുണ്ട്. ലാ യമൂതു നബിയ്യുൻ ഇല്ലാ വയുഖയ്യിറുഹു അല്ലാഹു ബൈനൽ ഹയാത്തി വൽ മൗത്ത്. റവാഹുൽ ബുഖാരി വ മുസ്ലിം റഹിമഹുല്ലാഹ്. ഇതാണ് പറയുന്നത്. ഒരു നബിയെയും അല്ലാഹു തആല മരിപ്പിക്കാറില്ല. നമ്മൾ സാധാരണ മറ്റുള്ള ആളുകളിൽ നിന്ന് വ്യത്യാസം, നബിമാർക്ക് പല വ്യത്യാസങ്ങളുള്ളതിൽ ഒരു വ്യത്യാസമാണ്. ഇത് പഠിച്ചു വെച്ചോളി. അതെന്താ? ഒരു നബിയെയും അല്ലാഹു തആല മരിപ്പിക്കുകയില്ല. ഇല്ലാ വയുഖയ്യിറുഹുല്ലാഹ്. അല്ലാഹു തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കും ആ നബിമാർക്ക്. ബൈനൽ ഹയാത്തി വൽ മൗത്ത്. ജീവിച്ചിരിക്കണോ അതോ മരിക്കണോ? ഈ കുറച്ചുകൂടി കാലം ജീവിക്കണോ, ഇപ്പൊ നിങ്ങൾക്ക് മരിക്കണോ, ഇപ്പൊ ഇഷ്ടമുണ്ടോ, അതല്ലേ കുറച്ചു നീട്ടിത്തരാം. ഇങ്ങനെ അഭിപ്രായം ചോദിച്ചിട്ട് മരണപ്പെടുത്തുന്ന ആളുകൾ ആര് മാത്രാണ്? അമ്പിയാക്കൾ മാത്രാണ്. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പോലും അങ്ങനെ സമ്മതം ചോദിച്ചു. അള്ളാന്റെ റസൂല് പറയാണ്, ഞാൻ ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ ഇങ്ങനെ കിടക്കുന്ന വേളയിൽ എന്നോട് വന്നിട്ട് പറഞ്ഞു, എന്താ നബിയെ തീരുമാനം? പോണോ അതോ ഇനി ജീവിക്കണോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈയിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, റഫീഖുൽ അഅ്ലാ ഇല റഫീഖുൽ അഅ്ലാ. അത്യുന്നതമായ ലോകമുണ്ടല്ലോ, ആ സ്വർഗീയ ലോകം, എനിക്ക് വെച്ചിട്ടുള്ള അത്യുന്നതമായ പദവിയുണ്ടല്ലോ, അവിടേക്ക് ഞാൻ പോവാണ്. എനിക്ക് പോണം, എനിക്ക് പോവാണ് വേണ്ടത്. ഇപ്പോഴാ റൂഹ് പിടിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടുന്ന് വഫാത്തായ രംഗാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചെന്നിട്ട് അല്ലാഹു തആല ചോദിക്കാൻ പറയുകയാണ്, ഇർജി ഇലാ അബ്ദി, എന്റെ അടിമയുടെ അടുത്തേക്ക് തിരിച്ചു ചെല്ല്. ഫഖുൽ, എന്നിട്ട് ചോദിക്ക്, അൽ ഹയാത തുരീദ് ഫഇൻ കുൻത തുരീദുൽ ഹയാ. ജീവിക്കാൻ ഇനിയും കൊതിയുണ്ടോ, ഇനിയും തുടർന്ന് കുറെ കാലം ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എങ്കിൽ അദ്ദേഹത്തോട് ചെന്നിട്ട് പറയണം, ഫളഅ യദക അലാ മത്നി സൗരിൻ. ഒരു കാളയുടെ പുറത്ത് താങ്കളുടെ കൈ വെക്കുക. ഒരു കാളയുടെ പുറത്ത് താങ്കളുടെ കൈ വെക്കുക. ഫമാ തവാറത് യദുക മിൻ ശിഅരിഹി ഫഇന്നക തഈശു ബിഹാ സന. താങ്കൾ ആ കൈ വെക്കുമ്പോൾ ആ കൈവിരൽ എത്ര രോമങ്ങളിൽ തട്ടുന്നുവോ അത്രയും രോമങ്ങൾക്ക് ഓരോ കൊല്ലം കണക്ക് കൂട്ടിയിട്ട് നിങ്ങൾക്ക് ആയുസ് കൂട്ടിത്തരാം. ഒരു കാളയുടെ പുറത്ത്, രോമുള്ള കാളയുടെ പുറത്ത് കൈവെക്കുമ്പോ ആ കൈ എവിടെയൊക്കെ എത്ര രോമത്തിൽ സ്പർശിച്ചു അതിന് എത്ര എണ്ണം ഉണ്ടാവും, അത്ര ഒരു രോമത്തിന് ഒരു കൊല്ലം എന്ന രൂപത്തിൽ താങ്കൾക്ക് ആയുസ് നീട്ടിത്തരാം. ഇതാണ് അള്ളാഹുവിന്റെ ഓഫർ. അങ്ങനെ പോയിട്ട് പറഞ്ഞു നോക്ക്, പറയൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ വ്യക്തി വന്ന് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ട് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചപ്പോ, ജീവിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് മലക്കാൻ അറിഞ്ഞിട്ടും നേരത്തെ അടിച്ചതാണെങ്കിൽ ഇവിടെ അദ്ദേഹം എന്താ പറയാ, എനിക്ക് ജീവിക്കണം, വലിയ രോമുള്ള ഒരു കാളനും കൊണ്ടിരുന്നല്ലേ പറയാ, ഞാൻ നല്ലോണം ഒന്ന് തടവട്ടെ. മഹാനവറുകൾ അങ്ങനെ പറഞ്ഞില്ല. ഇത് കേട്ട മാത്രയിൽ അദ്ദേഹം ചോദിക്കുകയാണ്, പിന്നെന്താ സംഭവിക്കുക? പിന്നെന്താ സംഭവിക്കുക? ഇത്രയും കാലം എനിക്ക് നീട്ടി തന്നാലും അവസാനം എന്തായിരിക്കും? പിന്നെന്താ ഉണ്ടാവുക? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മരിക്കും, പിന്നങ്ങൾ മരിക്കും. അന്നേരം മഹാനായ മൂസാ നബി അലൈഹിസ്സലാം പറയണെങ്കിൽ ഇപ്പൊ പിടിച്ചോളൂ, ഇപ്പൊ പിടിച്ചോളൂ, ഒരു പ്രശ്നവുമില്ല, ഞാൻ ഇപ്പം മരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മൂസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്, റബ്ബി അമിത്നി, അല്ലാഹുവേ നീ എന്നെ മരിപ്പിച്ചോളൂ, ഞാൻ സന്നദ്ധനാണ്. ആ സമയത്താണ് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ വിശുദ്ധ ഭൂമിയിൽ വെച്ച് അവിടുത്തെ റൂഹിനെ പിടിച്ചുകൊണ്ടുപോകുന്നത്. അങ്ങനെ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വഫാത്ത് അതോടെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എവിടെയാണ് മഹാനവറുകളുടെ ഖബർ എന്ന് ഇന്നും ലോകത്തിന് വ്യക്തമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ആ ഖബർ കണ്ടിട്ടുണ്ട്. അവിടുന്ന് ഇസ്രാഇന്റെ യാത്രയിൽ അവിടുന്ന് പറഞ്ഞു, റഅയ്തു മൂസായെ ഞാൻ കാണുകയുണ്ടായി, അദ്ദേഹത്തിന്റെ ഖബറിൽ നിസ്കരിക്കുന്നതായി എനിക്ക് കാണിക്കപ്പെട്ടു എന്ന് അത്ഭുതകരമായ കാര്യത്തെ സംബന്ധിച്ച് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന ഒരൊറ്റ ഖബറേ ഇന്ന് ലോകത്തുള്ളൂ, അത് മദീനയിലുള്ള ഖബറാണ്.
ആർക്കും ഇന്നും കാണാൻ കഴിയാത്ത 4-5 മറകൾക്കുള്ളിൽ ഭദ്രമായി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ആ മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ താമസിച്ചിരുന്ന റൂമിന്റെ ഉള്ളിൽ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറുണ്ട്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറുണ്ട്. ഇത്തരം ഇതല്ലാത്ത മറ്റുള്ള ഒരു നബിയുടെ ഒരു ഖബർ വേറെ എവിടെയുണ്ട് എന്ന് ചോദിച്ചാൽ കൃത്യമായി പറയാൻ ലോകത്തിനാവില്ല. ലോകത്ത് പല നബിമാരുടെയും പേരിൽ പല ഖബറുകൾ, അവിടെ സലാലയിൽ അവിടെ ഒരു നബിയുണ്ട്, ഇവിടെ ഒരു അയ്യൂബ് ഖബറുണ്ട്, മറ്റേ ഖബറുണ്ട്. ഓരോ നബിമാരുടെ പേരിൽ രാജ്യത്തൊട്ടാകെ ഖബറുകളാണ് ഈ പഴച്ച കക്ഷികൾ പലരും ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനൊക്കെ അവർക്ക് ന്യായീകരണമുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ഒരു പത്രത്തിലേക്ക് എഴുതി ചോദിച്ചു ഒരാൾ, അല്ല ഒരുപാട് നബിമാരുടെയും വലിയകളുടെയും ഒക്കെ പേരിൽ പലയിടത്തും ഖബറുകൾ ഉണ്ടല്ലോ, അതെങ്ങനെ ഒരു ഖബറല്ലേ ഉണ്ടാകൂ, എങ്ങനെ ഇത് പല ഖബറുകൾ ഉണ്ടാകുന്നത്? അപ്പൊ അവരതിന് മറുപടി പറഞ്ഞു, അതൊന്നും തരക്കേടില്ല. അവരുടെ പേരിൽ എത്ര ഖബറുകൾ ഉണ്ടെങ്കിലും അതിലൊക്കെ അവര് മാറി 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 ഇങ്ങനെ പോയി കിടക്കും. ഏതുപോലെയാണ് അവര് ഒരു സമുദ്രത്തിലെ മത്സ്യങ്ങൾ ഇഷ്ടമുള്ളയിടത്തേക്ക് ഊളിയിട്ട് നീന്തിത്തുടിച്ച് സഞ്ചരിക്കുന്നത് പോലെ ഇവരുടെ ഒക്കെ പേരിൽ എവിടെയൊക്കെ ഖബറുകളുണ്ടോ അവിടെയൊക്കെ അവരിടക്കിടക്ക് വരും. അതുകൊണ്ടാണ് അജ്മീർ മഹദറ എന്നുള്ള പേരിൽ കേരളത്തിലെ എത്ര ദീർഘകള പലയിടത്തും ഉണ്ട്. ഏർവാടി മഹദറ, മറ്റേ മഹദറ, അവിടെയൊക്കെ എല്ലാവരും ഉണ്ട്. തിരൂരിൽ യാഹൂ തങ്ങൾ എന്ന് പറയുന്ന തങ്ങളുപ്പാപ്പാക്ക് 2 ജാറം കടപ്പുറത്ത് ആ പരിസരത്ത് തന്നെ ഉണ്ട്. അപ്പൊ അതിലൊക്കെ മാറിയും കിടന്നോളാന്നാണ്. നിങ്ങൾ തർക്കമൊന്നും ഉണ്ടാക്കണ്ട. അദ്ദേഹത്തിന്റെ മയ്യത്ത് എവിടെ മറമാടണം എന്ന് തിരൂരിലുള്ള ജനങ്ങൾക്കിടയിൽ തർക്കമുണ്ടായപ്പോ സ്വപ്നത്തിൽ കടിയും വലിയായി മയ്യത്ത് ഞങ്ങൾ കൊണ്ടുപോകുന്ന 2 മഹല്ലുകാർ തമ്മിൽ പ്രശ്നമായി. അപ്പോ അദ്ദേഹം മയ്യത്ത് മറമാടുന്നതിന്റെ മുമ്പ് സ്വപ്നത്തിൽ വന്നുകൊണ്ട് പറഞ്ഞു, എന്റെ മയ്യത്തിന്റെ പേരിൽ നിങ്ങൾ തർക്കിക്കരുത്, നിങ്ങൾ എന്ത് ചെയ്തോളൂ, 2 ഇടത്തും ഉണ്ടാക്കിക്കോ, ഞാൻ അവിടെ ഇവിടെയൊക്കെ മാറിയും കടന്നോളാം, പ്രശ്നം പരിഹരിച്ചോളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. എന്ന് അദ്ദേഹത്തിന്റെ പേരിൽ ഇന്നും നമ്മുടെ തിരൂരിലുള്ള ആളുകളും കേരളത്തിലെ ആളുകളും വിശ്വസിച്ചു കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഇസ്ലാമികമല്ല. നാം കൃത്യമായും വ്യക്തമായും എല്ലാ കാര്യങ്ങളും പ്രമാണബദ്ധമായി കൊണ്ട് മനസ്സിലാക്കുകയും തെളിവുകളുടെ വെളിച്ചത്തിൽ കാര്യങ്ങളെ വിലയിരുത്തുകയും ചെയ്യുക. അതിൽ മാത്രമാണ് നമുക്ക് രക്ഷ. അത് മാത്രമാണ് സൂക്ഷ്മതക്കും നമ്മുടെ പരലോക വിജയത്തിനും കരണീയമായ ഏകമാർഗം. അതല്ലാത്ത മറ്റുള്ള പഴച്ച വാദങ്ങളെയും വ്യതിയാന കക്ഷികളുടേതായ ദുർബലമായ ഒരു പ്രമാണങ്ങളുടെയും വെളിച്ചത്തിലല്ലാതെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഊഹങ്ങളുടെയും പിന്നാലെ പോകാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയാൻ, നേരിന്റെ പാതയിലൂടെ തന്നെ മുന്നോട്ട് പോകുവാൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. മഹാനായ മൂസ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു പ്രവാചകന്റെ ചരിത്രവുമായി നമുക്ക് ഇനിയും തുടരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മഹാരഥന്മാരായ അമ്പിയാക്കൾ കാണിച്ചു തന്ന ആ ശരിയായ പാതയിലൂടെ മുന്നോട്ട് നീങ്ങുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും അള്ളാഹു ഇസ്സത്തുള്ള ഒരു സമുദായമായി സമുദായത്തെ എന്നും നിലനിർത്തുമാറാകട്ടെ. ഈ സമുദായത്തെ നശിപ്പിക്കുവാൻ ദീനുൽ ഇസ്ലാമിനെതിരെ ഗൂഢമായ ശക്തികൾ ഇറങ്ങിപ്പുറപ്പെട്ടവരുടെ ഐക്യത്തെ അള്ളാഹു തകർക്കുമാറാകട്ടെ. അവരുടെ ശക്തി അള്ളാഹു ക്ഷയിപ്പിക്കുമാറാകട്ടെ. ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും അള്ളാഹു എന്നും അന്തസ്സും ഇസ്സത്തും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രികീൻ. اللهم اجرنا واجر والدينا من النار. اللهم اجعل هذا البلد امنا مطمئنا وسائر بلاد العالمين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. اللهم صل على محمد وعلى ال محمد والحمد لله رب العالمين. والسلام عليكم ورحمه الله وبركاته.